പാലക്കാട് ജില്ലയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗവ്യാപനം നിയന്ത്രണം വിടാതിരിക്കാൻ പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ അഭ്യർത്ഥിച്ചു. ഷിഗല്ല പാലക്കാട് ജില്ലയിലും 3 നിലവിൽ 3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി വളരെ വ്യാപകമായിട്ടുണ്ട്. നമ്മളിപ്പോൾ മണ്ണാർക്കാട് വെച്ചാണ് സംസാരിക്കുന്നത്. മണ്ണാർക്കാട്ടെ സ്ഥിതി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതുമായി എല്ലാവരും സഹകരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, നമ്മുടെ ഹോട്ടലുകൾ, ഷോപ്പുകൾ, അങ്ങനെ എല്ലാവരും ഈ നിർദ്ദേശങ്ങളുമായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ പ്രതിരോധിക്കാനും രോഗവ്യാപനം തടയാനും അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഇതിലൊന്ന് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ 4 ആഴ്ചത്തെ ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഇത് ഡ്രൈ ഡേ ക്യാമ്പയിനാണ്. ജില്ലയിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളുകൾ, ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ. രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കർശന പ്രതിരോധ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ജില്ലയിലുടനീളം വിപുലമായ ക്ലോറിനേഷൻ ക്യാമ്പയിനും കൊതുക് നശീകരണത്തിനായി ഡ്രൈ ഡേ ആചരണവും ആരംഭിച്ചു. ഉറവിട നശീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ തടയാനുള്ള ആരോഗ്യം ഉറപ്പുവരുത്താനുള്ളൊരു നിയമമാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്കൂൾ തലത്തിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടപ്പാക്കണം. പത്രമാധ്യമ സോഷ്യൽ മീഡിയ ആരോഗ്യ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണം. പിന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ഷിഗല്ലയുടെയൊക്കെ പ്രശ്നം മലിനീകരണമുള്ള വെള്ളമുള്ളതാണ്. അതായത് ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ക്ലോറിനേഷൻ ക്യാമ്പയിൻ, പൊതുകിണറുകൾ, മറ്റ് കിണറുകളും ജനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ നടത്തി അത് ക്ലീൻ ചെയ്യും. ഹോട്ടലുകൾ, ഭക്ഷണശാലകൾ, ഫുഡ് പോയിന്റുകൾ പരിശോധിക്കും. ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സേഫ് ഡ്രിങ്കിംഗ് വാട്ടറും സാനിറ്റേഷനും ഉറപ്പുവരുത്താന്നുള്ളത് തന്നെയാണ് ഷിഗല്ലയ്ക്കെതിരായ ഏറ്റവും നല്ല പ്രതിരോധം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, കോളറ, ഇതൊക്കെ ജലജന്യ രോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ, വെള്ളത്തിന്റെ കാര്യത്തിൽ നല്ല ജാഗ്രത എല്ലാവരും പാലിക്കേണ്ടതാണ്. പ്രത്യേക സാഹചര്യം വിലയിരുത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ആരോഗ്യ വകുപ്പ് സംഘം മണ്ണാർക്കാട് സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. CCN മണ്ണാർക്കാട്.